ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് മൈ മദർ ഇൻ ലോ. നമ്മൾ പോകുന്നത് എവിടേക്കാണ് ഗൈസ്? കരിങ്ങലോട്. ഇപ്പം ഏകദേശം പിടികിട്ടുണ്ടാവുമല്ലോ എന്താ സംഭവം എന്ന്. ഒരു ചെറിയ ഈവനിങ് വ്ലോഗാണ്. നമ്മുടെ കഥയിലെ നായക ശുങ്കു നമ്മുടെ മടിയിൽ ഇരിപ്പുണ്ട്. ആൾ ഉറക്കത്ത് നിന്നിട്ടുകൊണ്ട് ചെറിയ മൂഡ് ഓഫിലാണ്. ഞങ്ങളെല്ലാവരും ചെറിയൊരു ഈവനിങ് വൈബായിട്ട് ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലം മീൻസ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം അമ്പലങ്ങളിലും, എൻ്റെ വ്ളോഗിൽ ഇനി കൂടുതലായിട്ട് അമ്പലങ്ങളായിരിക്കും കാണാൻ പറ്റുള്ളൂ. കാരണം അമ്പലങ്ങളിലാണ് നമുക്ക് കൂടുതൽ പോകാനുള്ളൊരു ഇത് കിട്ടാറ്. അപ്പം ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, കിട്ടുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അവരിതുവരെ മോനായിട്ട് ഇതുവരെ പോയിട്ടില്ല കുടുംബക്ഷേത്രത്തിലൊന്നും. അപ്പം ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഒരു 5ാമത്തെ മാസമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ തൊഴിയിക്കാനും എല്ലാത്തിനുമായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ എൻ്റെ വോയിസ് ഭയങ്കര ഡള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മോൾ ഉറങ്ങുകയാണ്. ഇന്നും മോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ അല്ല, ഓഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡള്ളായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടാവും. അതെല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ചില പരിമിതികളുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞാനിവിടെ ഇരുന്ന് ഓഡിയോ എടുക്കുന്നത്. എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് ചിലപ്പം ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഐഡിയ ഇല്ലാണ്ടായിരിക്കും പറയേണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു സ്ക്രിപ്റ്റോ കാര്യമോ ഒന്നുമില്ല. ഞങ്ങൾ നേരെ പോയത് കരിങ്ങലോടിക്കാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് അഖിലേട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി നല്ല വഴുക്കലുള്ള ഇതായിരുന്നു. അതാണ് അത്രയും മെല്ലെ കയറി പോകുന്നത്. അവിടെ കയറി ചെന്ന് അവിടുത്തെ ഒരു വലിയച്ഛന് തീരെ സുഖമല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അവരെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. മോളെ എന്നാൽ അവരത് കാണിക്കുക. അവരിതുവരെ കണ്ടിട്ടില്ല മോളെ. അപ്പോൾ കാണിച്ച് ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ അഖിലേട്ടനും വന്നു. കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞു. ഒരു 6 മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് എവിടേക്ക് പോയത്? നമ്മുടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. അമ്പലമല്ല, നമ്മളൊരു വീട്ടിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മുത്തപ്പൻ്റെയൊക്കെ തിരക്ക് പോലെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു അമ്പലമാണ് സംഭവം. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഞാൻ അവൾക്ക് ഇത്തിരി കുറുക്ക് കൊടുത്തിട്ട് കയറാൻ നേരത്തെ അവൾ തീരെ കഴിക്കാൻ നല്ല മടിയാണ്. അപ്പം ഇതാണ് കേട്ടോ ആ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയൊരു വീടാണ്. അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് റൂമുകളുള്ളത്. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ തവണ പോയപ്പോൾ എനിക്കതെല്ലാം കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഉള്ളെല്ലാം കണ്ടു. അപ്പം ഉള്ളിലേക്കൊക്കെ റൂം വന്നിട്ടുള്ളൊരു വീടാണ്. അത് അതിൻ്റെ മുറ്റത്തും കൊണ്ടൊരു അമ്പലം. അത് ചിണ്ടിൽ അവർ തുറക്കൊന്നുമില്ല, അവിടെ അങ്ങനെ വിളക്ക് വെക്കുകയുള്ളൂ. അതെന്തോ മുത്തശ്ശന്മാരും ഒക്കെ ആണെന്നാണ് പറഞ്ഞത് അവർ. അപ്പം ഇതാണ് നമ്മൾ തൊഴാൻ പോയത്. അവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് വിളക്ക് വെക്കുക. 6:25 വിളക്ക് വെക്കുക. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്, ഇതുപോലൊരു തറവാടും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഒന്നും അവിടെ ഇങ്ങനെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇത് സംഭവം അവിടെ നിന്ന് കുറച്ച് പഴം കിട്ടിയപ്പോൾ ആളതെടുത്ത് വണ്ടിയിൽ വെച്ചു. അങ്ങനെ, കാരണം കുഞ്ഞിപ്പഴമാണ്, നമുക്ക് അവിടെ ഒന്നും കിട്ടാനില്ല. നമ്മളിവിടെയൊക്കെ വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് നമ്മളത് വണ്ടിയിൽ വെച്ചതാണ് കേട്ടോ. അവർ തന്നു, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വിളക്ക് വെക്കാൻ വേണ്ടി പോവാണ്. 6:25 ആയി. അപ്പോൾ അങ്ങനെ വിളക്ക് വെക്കാൻ പോവുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു കുടയുണ്ട്. അമ്മ തലയിൽ കൂടെ ഷോളിടാമെന്ന് പറഞ്ഞു. പക്ഷേ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പെയ്തു. ഏട്ടൻ മോളെ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കാറിൻ്റെ സൈഡിൽ ചെരുപ്പ് കൂരി വെച്ചിട്ട് ഞങ്ങൾ തൊഴാൻ പോവാണ്. അവിടെ പോയി വിളക്ക് വെക്കലും പിന്നെ ചന്ദനത്തിരി, പിന്നെ നല്ലെണ്ണ, പിന്നെ അങ്ങനെ ആ സംഭവം തേങ്ങയൊക്കെ വെക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ വരിക, അത്ര തന്നെ. നമ്മളെ കുടുംബക്ഷേത്രമല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഇതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ചോദിക്കാനും മറന്നുപോയി. ഞാൻ വേറെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി അടുത്ത എപ്പോഴെങ്കിലും ഈ വീഡിയോ ഞാൻ ഇടുകയാണെങ്കിൽ, അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അമ്പലത്തിനെ പറ്റിയിട്ട് എങ്ങാനും ഞാൻ ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ, മീൻസ് ഞാനത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ നമ്മളവിടെ പോയി തൊഴുതു. ശിവനുണ്ട്, ദേവിയുണ്ട്, ഗുളികനുണ്ട്, പിന്നെ മാരിയമ്മയുണ്ട്. ഇതെല്ലാം അവിടുത്തെ പ്രതിഷ്ഠകളാണ്. പിന്നെ ഏറ്റവും മേലെ നമ്മുടെ കാരണവന്മാരെ അങ്ങനെയാണ് അവർ സങ്കല്പിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സുകളൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാരണം എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കാണ്, ബാക്കി ഞാൻ ബാക്കിയായിട്ട് പറയാം. ചെറിയൊരു ചായ കുടിക്ക് വേണ്ടി അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ ചായയല്ല ഇത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളം കുടിക്കുന്നത്. ജീരക വെള്ളമാണ്, ജീരകത്തിൻ്റെ വെള്ളമാണ്. പക്ഷേ അതിനകത്ത് നല്ല മധുരമൊക്കെ ഇട്ട് നമുക്ക് 1 ടൈമൊക്കെ കുടിക്കാം. നമുക്ക് 2-3 ഗ്ലാസ്സൊന്നും കുടിക്കാൻ പറ്റില്ല, പക്ഷേ 1 ടൈമൊക്കെ നമുക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെള്ളം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ പോയി എന്ന് പറയുമ്പോൾ നിങ്ങളെനിക്ക് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി. ഇതിൻ്റെ വീടിൻ്റെ റിനോവേഷനൊക്കെ കഴിയുന്നതിന് മുന്നേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ വന്നുകൊണ്ട് അവിടെ അഖിലേട്ടൻ്റെ മാമനുണ്ട്, അപ്പം നീതി ചേച്ചിയുണ്ട്, വീട്ടുകാരുണ്ട്, വലിയച്ഛൻ, വലിയമ്മ, മക്കളുണ്ട്. അപ്പോൾ മക്കളൊക്കെ കാണാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അതവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല മോൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് അതായത് എൻ്റെ ഷുട്ടൂനെ അവിടെ എല്ലാവരും കണ്ടിട്ട് ആദ്യം ഞങ്ങളുടെയൊക്കെ മേത്ത് നമ്മൾ ചിരിക്കുന്നല്ലാതെ അവരുടെ അടുത്ത് പോവേ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു 5 മിനിറ്റ് പോയാൽ ഭയങ്കര കരച്ചിലാവും. പിന്നെ ഞങ്ങൾ റൂമിൽ കയറി പാൽ കൊടുക്കാനുള്ള റൂമിൽ കയറിയപ്പോൾ ആൾ നല്ല ഉഷാറായി കളി തുടങ്ങി. ആൾക്കല്ലെങ്കിൽ ആൾക്കാർ കൂടുമ്പോൾ ചെറിയൊരു ഇത് വരാറുണ്ട്. കുറച്ച് നേരമൊക്കെ നിൽക്കുന്നല്ലാതെ ഫുൾ ടൈം നിൽക്കില്ല. പിന്നെ അയാളെ ഫ്രീ ആക്കി വിടണം. ഇതുപോലെ പിള്ളേർ സംഘങ്ങൾ മുഴുവൻ കുട്ടി പിള്ളേരുടെ നടുക്കായി. പറയുന്നതൊക്കെ തെറ്റിപ്പോവും, എല്ലാം ക്ഷമിക്കുക. അങ്ങനെ അപ്പം എല്ലാവരും കൂടെ കളികളായിരുന്നു. മീനൂട്ടി, ശംഭു, കിട്ടു. റിനോവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് വീടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ രീതിയിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ഫുഡും കാര്യങ്ങളും ആയിരുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. മോളപ്പോഴത്തേക്കും ഉറങ്ങിയ ഗ്യാപ്പിലാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബെഡിൽ കിടത്തി ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരുന്ന് ഞാനും ചേച്ചിയും അഖിലേട്ടനും മാമനും ചേച്ചിയും എല്ലാവരും കൂടെ വന്ന് മുറ്റത്തു കൂടെയൊക്കെ സംസാരിച്ച് പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് മക്കളെല്ലാവരും കൂടുമ്പോഴാണല്ലോ അവർക്ക് കളിക്കാനും എല്ലാത്തിനുള്ളൊരു സൗകര്യം ഉണ്ടാവുക. അപ്പം അവർക്ക് കുറച്ചുകൂടെ മിങ്കിളാവാൻ, അതായത് എല്ലാവരും അവരവരുടെ വീട്ടിലാകുമ്പോൾ മക്കൾക്ക് മിങ്കിളാവാൻ പറ്റില്ല. നമ്മൾ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷിങ്കു ഇവിടെ കിടന്നിട്ട് ഒച്ച ഇടുന്നുണ്ട് വോയിസ് ഇടുമ്പം. അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോരാൻ നോക്കി. മോൾക്കാണേലും ഒരു ഉറക്കം വന്നു തുടങ്ങി, മോനുറക്കം വന്നു തുടങ്ങി. പിന്നെ എല്ലാവരും രാത്രി പോന്നു. രാത്രി വരുന്ന വഴിക്ക് ഞങ്ങളൊരു കാട്ടുപന്നീനെ കണ്ടു. വണ്ടീൻ്റെ മുന്നിൽ കൂടെ ചാടിയതാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. നമുക്ക് എനിക്കിതൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തി